സി വേണുഗോപാലിനോടൊപ്പം ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ത്യ രാജ്യത്തിൻ്റെ അഭിമാനകരമായ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വയനാടിനെ കാക്കാൻ, ജനങ്ങളെ കാക്കാൻ ഇന്ന് 2 MP-മാരുടെ സാന്നിധ്യമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയുടെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നമ്മൾ ആനയിക്കാൻ പൊഴുതന നൽകിയതായ ആയിരക്കണക്കിന് ആളുകളുടെ ഈ മഹാസ്വീകരണവും അവരെ കേൾക്കാനുള്ളതായ ഏറ്റവും വലിയ ആഗ്രഹത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ദീർഘമായ ഒരു സംസാരത്തിലേക്കും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ ഗാന്ധി കൽപ്പറ്റയിൽ വന്നപ്പോൾ നമ്മളോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, എന്റെ കുടുംബത്തെ നല്ലപോലെ നോക്കുന്നവരാണവർ. വയനാട് ഞങ്ങളുടെ കുടുംബമാണ്. നിങ്ങൾക്കൊരു നാഥയുണ്ട്. കുടുംബത്തെ ഏറ്റവും നന്നായി പ്രിയങ്ക നോക്കുമെന്ന് പറഞ്ഞതായിരിക്കുന്ന വാചകം നമ്മുടെ ജനമനസ്സിൽ നിന്ന് ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത അനുഭവമാണ്. ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഉന്നാവിലും ഹത്രാസിലും കത്വയിലും നിരവധിയിടങ്ങളിൽ എല്ലാ സന്ദർഭങ്ങളിലും സ്ത്രീകളുടെ, കുട്ടികളുടെ അഭിമാന സംരക്ഷണത്തിന്റെ പോരാട്ട മുഖമാണവർ. എല്ലാവരോടും സ്നേഹവായ്പ് കാണിക്കുന്നവർ. വൈകാരികമായി ചൂണ്ടിക്കാണിക്കുന്നു. സ്വന്തം പിതാവിനെ കൊല ചെയ്തതായ നളിനിയെ കാണാൻ പോയപ്പോ അവർ പറഞ്ഞതായിരിക്കുന്ന വാചകം, എന്തിനാണ് എൻ്റെ അച്ഛനെ കൊന്നത്? നിങ്ങൾ സ്നേഹത്തോടു കൂടി പെരുമാറുന്നവരെ നിങ്ങൾ എന്തിനാണ് കൊന്നത്? എന്നിട്ട് അവസാനം പറഞ്ഞു, അച്ഛനില്ലാത്തതിന്റെ വേദന അനുഭവിച്ചവരാണ് ഞാനും രാഹുലും. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ആ കുട്ടിക്കൊരു അനാഥത്വം ഉണ്ടാവരുത്, അവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഹൃദയവിശാലതയുടെ ഏറ്റവും വലിയ പര്യായമാണ് പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി. ഞാൻ ഏറെ ആദരപൂർവം പഞ്ചായത്ത് UDF കമ്മിറ്റി, നിയോജകമണ്ഡലം UDF കമ്മിറ്റി, ആദരണീയനായ KC ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അവരെ സ്നേഹപൂർവം ഈ വേദിയിലേക്ക് അഭിവാദ്യം ചെയ്യുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. My dear sisters and brothers, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, first of all, I would like to thank you from the bottom of my heart for this welcome and for the love and affection that you are giving me. ആദ്യമായിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും നിങ്ങൾ എനിക്ക് നൽകുന്ന സ്വീകരണത്തിനും നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹത്തിനും ഇഷ്ടത്തിനും നിങ്ങളോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Today is the first day of my campaign in Wayanad, and from the moment I have landed here, I have been greeted with so much affection, hugs, kisses, everybody is waiting, and I just want to say that I'm really, really grateful. ഇന്ന് വയനാട്ടിലെ എൻ്റെ പ്രചരണത്തിൻ്റെ ആദ്യ ദിവസമാണ്. ഞാൻ വയനാട്ടിൽ വന്നിറങ്ങിയത് മുതൽ നിങ്ങൾ എന്നെ ആലിംഗനം ചെയ്തുകൊണ്ട്, ഉമ്മകൾ തന്നുകൊണ്ട്, സ്നേഹത്തോടു കൂടി നിങ്ങൾ എന്നെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് വളരെയധികം നന്ദിയുണ്ടെന്ന്, സന്തോഷമുണ്ടെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. You have stood by my brother through his most difficult times.
എൻ്റെ സഹോദരൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ വയനാട്ടുകാരായ നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നു. This love that you have shown me, I know you have given him as much love. നിങ്ങൾ ഇന്ന് എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം, ഇതുപോലത്തെ സ്നേഹമാണ് നിങ്ങൾ എൻ്റെ സഹോദരന് നൽകിയതെന്ന് എനിക്കറിയാം. In fact, more. അത് മാത്രമല്ല, ഇതിലും കൂടുതൽ സ്നേഹം എൻ്റെ സഹോദരന് നിങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. And I know I'm his sister. I know that he was sad to leave you. ഞാൻ അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ്. എനിക്കറിയാം വയനാടിനെ ഉപേക്ഷിച്ച് പോവാൻ അദ്ദേഹത്തിന് എത്രമാത്രം വിഷമമുണ്ടായിരുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. You gave him love at a time when there was a massive campaign against him, orchestrated by the BJP. BJP ആസൂത്രിതമായി അദ്ദേഹത്തിനെതിരെ ഒരു വലിയ പ്രചരണം നടത്തിയ ഒരു സമയത്താണ് നിങ്ങൾ അദ്ദേഹത്തിന് ഇത്രയും സ്നേഹം നൽകിയത്. I don't think that in the entire world there has been a campaign in which so many resources have been put, which has been singularly focused on destroying the reputation of one man. ഒരു വ്യക്തിയുടെ പ്രതിച്ഛായ, ഒരു വ്യക്തിക്ക് സമൂഹത്തിലുണ്ടായ സൽപ്പേര് ഇല്ലാതാക്കാൻ വേണ്ടി ഇത്രയും അധികം വിഭവങ്ങളും പണങ്ങളും എല്ലാം ലോകത്തൊരിടത്തും ഒരു വ്യക്തിക്കെതിരെ ഇങ്ങനെ പ്രചാരണം നടത്താൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. Yet I am proud to say that he faced it with great courage. എന്നാലും ഞാൻ ഇന്ന് അഭിമാനത്തോടു കൂടി പറയുകയാണ്, തനിക്കെതിരെയുള്ള എല്ലാ പ്രചരണങ്ങളെയും എൻ്റെ സഹോദരൻ വളരെയധികം അധികമായ ധൈര്യത്തോടു കൂടി നേരിട്ടു എന്ന് ഞാൻ ഇന്ന് അഭിമാനത്തോടു കൂടി പറയുകയാണ്. When he set off for his Bharat Jodo Yatra across India to walk 4,000 miles in the name of peace and unity, I myself as his sister was wondering, where will he get the strength from? അദ്ദേഹം ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി ഈ രാജ്യം മുഴുവൻ 4000 കിലോമീറ്റർ ഭാരത് ജോഡോയുടെ ഭാഗമായി സഞ്ചരിച്ചപ്പോൾ ഞാൻ ഒരു സഹോദരി എന്ന നിലയിൽ ഓർക്കുകയായിരുന്നു, ഇതിനു വേണ്ട ധൈര്യം അദ്ദേഹത്തിന് എവിടെ നിന്ന് ലഭിക്കും. But I know now where he got his strength. പക്ഷേ ഇന്ന് എനിക്കറിയാം എൻ്റെ സഹോദരൻ ഈ രാജ്യം മുഴുവൻ നടക്കാൻ വേണ്ട ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഇന്ന് എനിക്കറിയാം. And I know where he got his courage. അദ്ദേഹത്തിന്റെ ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഇന്ന് എനിക്കറിയാം. He got it from each one of you. അദ്ദേഹത്തിന്, എൻ്റെ സഹോദരന് അദ്ദേഹത്തിന്റെ ധൈര്യം കിട്ടിയത് ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരിൽ നിന്നുമാണ്. You held him and you gave him the courage to walk. You gave him the courage to face everything with great strength. നിങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. അദ്ദേഹം നേരിട്ട എല്ലാത്തിനെയും നേരിടാനുള്ള ധൈര്യത്തോടുകൂടി നേരിടാനുള്ള കരുത്ത്, ഈ രാജ്യം മുഴുവൻ നടക്കാനുള്ള കരുത്ത് നിങ്ങൾ വയനാട്ടുകാർ അദ്ദേഹത്തിന് നൽകി. And that to me is what true politics is about. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ്. That is what honest politics is about. അതാണ് സത്യസന്ധമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ്. And that is what a relationship between a leader and the people should be. ഒരു നേതാവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് എനിക്കിത് മനസ്സിലാകുന്നത്. It's not about how much power you have, how many governments. It's not all that. It is in its own way. That is the practical side. But more than anything else, there is a deeper side. And that is the relationship between you and the people that you elect to power. രാഷ്ട്രീയം എന്ന് പറയുന്നത് എത്ര അധികാരം നിങ്ങൾക്കുണ്ട്, എത്ര ഗവൺമെന്റ് നിങ്ങൾക്കുണ്ട്, അത് മാത്രമല്ല, അതൊക്കെ പ്രായോഗികമായ ഒരു വശമാണ്. പക്ഷെ അതിലെല്ലാം ഉപരിയായി നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളും നിങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധമാണ് രാഷ്ട്രീയം എന്ന് ഞാൻ കരുതുന്നു. And without that basis, that mutual respect between them, between you, between your leaders, between the politicians who work for you, those who work in service of you, between that basic relationship of honesty and respect, without that, I don't believe there is any worth of being in power. ഞാനൊരു കാര്യം പറയട്ടെ, ജനങ്ങളും അവരെ തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ഒരു ബന്ധമാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ. അതല്ലാതെ അധികാരം കൊണ്ട്, ഈ ബന്ധമില്ലാതെ അധികാരം കൊണ്ട് ഒരർത്ഥവുമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല.
Without that relationship, without that respect, there can be no understanding of what your true issues are. ജനങ്ങളും രാഷ്ട്രീയ നേതാക്കളും തമ്മിലുള്ള ആ ഒരു ബന്ധമില്ലാതെ ഒരിക്കലും രാഷ്ട്രീയ നേതാക്കൾക്ക് കൃത്യമായി നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. And if there is no understanding and there is no respect, then just like what we are seeing today, the BJP is in power at the center. All its policies are directed towards helping a few businessmen friends. ജനങ്ങളോടുള്ള ബഹുമാനം ജനങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മനസ്സിലാക്കലും ബഹുമാനവും ഇല്ലാത്തതിന്റെ ഫലമാണ് ഇന്ന് BJP അധികാരത്തിലിരിക്കുന്നത് പോലെ. BJPയുടെ എല്ലാ നയങ്ങളും എന്ന് പറയുന്നത് BJPയുടെ വ്യവസായികളായ കുറച്ച് സുഹൃത്തുക്കളെ, അതിസമ്പന്നരായ സുഹൃത്തുക്കളെ സഹായിക്കാൻ മാത്രമുള്ളതാണ്. And because they lack that basic respect for the public and for people, they also lack respect for the constitution and the values on which our nation was built. BJP ഗവൺമെന്റിന് ഈ രാജ്യത്തെ ജനങ്ങളോട്, പൊതുജനങ്ങളോട് അടിസ്ഥാന ബഹുമാനമില്ലാത്ത ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഭരണഘടനാ മൂല്യത്തോടും അവർക്ക് അടിസ്ഥാനപരമായി ഈ രാജ്യത്തെ ഭരണഘടനയോടും അവർക്ക് ബഹുമാനമില്ല. So in state after state, they will take lands away from the tribal peoples and give it to their businessmen friends. അതുകൊണ്ട് ഈ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലും ഒന്നിനു പുറകെ ഒന്നൊന്നായി ഈ രാജ്യത്തെ ആദിവാസികളിൽ നിന്ന് ഭൂമി കയ്യേറി അവർ ആർക്ക് കൊടുക്കുന്നു? അവരുടെ ബിസിനസ്സുകാരായ വ്യവസായികളായ സുഹൃത്തുക്കൾക്ക് നൽകുന്നു. You work hard in the fields, you work day and night, and yet you are ignored. Policies are not made to strengthen agriculture, to strengthen the farmer community. You have been promised MSP again and again for your crops, but you don't get it. നിങ്ങളുടെ കൃഷി സ്ഥലങ്ങളിൽ രാവും പകലും വളരെയധികം അധ്വാനം ചെയ്യുന്നു, പക്ഷെ നയങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നില്ല. നിങ്ങൾക്ക് മിനിമം താങ്ങുവില നൽകാം എന്ന് വീണ്ടും വീണ്ടും വാഗ്ദാനം ചെയ്യുന്നു, പക്ഷെ ഗവൺമെന്റ് കർഷക സമൂഹത്തെ സഹായിക്കുന്ന ഒരു നയപരിപാടികളുമായി മുൻപോട്ട് വരുന്നില്ല. There are only two things that the BJP government is busy doing. One, making its rich businessmen friends even richer and handing all the resources of the government and the country to them. And the second, dividing people so that they can stay in power. BJP ഗവൺമെന്റ് ഈ രാജ്യത്ത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ രാജ്യത്തെ വിഭവങ്ങൾ മുഴുവൻ അവരുടെ അതിസമ്പന്നരായ കുറച്ച് വ്യവസായി സുഹൃത്തുക്കൾക്ക് നൽകുക. രണ്ടാമത്തേത്, ഈ രാജ്യത്തെ വിഭജിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് BJP ഗവൺമെന്റ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. So what is this fight that my brother has been fighting for the last 10 years, that all of us have been fighting? അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ സഹോദരൻ കഴിഞ്ഞ 10 വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടം, നമ്മൾ എല്ലാവരും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടം എന്ത് പോരാട്ടമാണ്? എന്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ്? We are fighting for the essence of our nation. നമ്മൾ ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ സത്തയ്ക്ക് വേണ്ടിയാണ്, ഈ രാജ്യത്തിന്റെ കാതലിന് വേണ്ടിയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായി നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. We are fighting for democracy. നമ്മൾ ജനാധിപത്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. For equality. നമ്മൾ സമത്വത്തിന് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടിയാണ് പോരാടുന്നത്. And we are fighting for the truth. നമ്മൾ സത്യത്തിന് വേണ്ടി കൂടിയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. Here in Wayanad, you are an example of our country's sheer beauty. ഈ വയനാട്ടിലെ നിങ്ങൾ ഓരോരുത്തരും ഈ രാജ്യത്തിന്റെ മനോഹരമായ സൗന്ദര്യത്തിന്റെ ഉദാഹരണങ്ങളാണ്. In every way. എല്ലാ അർത്ഥത്തിലും. There is immense natural beauty here. The jungles, the forests and everything in them. വയനാട്ടിൽ അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യമുണ്ട്. നിങ്ങളുടെ വനങ്ങൾ, കാടുകൾ എല്ലാം കൂടെ ചേർത്ത് മനോഹരമായ പ്രകൃതി സൗന്ദര്യം ഇവിടെയുണ്ട്. But there's also beauty of the spirit. അത് മാത്രമല്ല, വയനാട്ടിന്റെ ചൈതന്യത്തിനും അതിമനോഹരമായ ഒരു സൗന്ദര്യമുണ്ട്. I have seen it with my own eyes when I came to visit the people affected by the landslide a few months ago. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ചൂരൽമലയിൽ അവിടെ മണ്ണിടിച്ചിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിയ മനുഷ്യരെ കാണാൻ വേണ്ടി ഞാൻ വന്നപ്പോൾ എൻ്റെ കണ്ണുകൾ കൊണ്ട് നിങ്ങളുടെ ആ ചൈതന്യത്തിന്റെ സൗന്ദര്യം ഞാൻ കണ്ടതാണ്. I saw how you came together as a community, as a people. It didn't matter which religion you were from. It didn't matter what your profession was, whether you're a teacher, whether you're a doctor, whether it was just normal people, housewives. Everybody was doing whatever they could to help those who were suffering.
നിങ്ങൾ ഒരു സമൂഹം എന്ന നിലയിൽ എങ്ങനെ ഒരുമിച്ച് വന്നു? നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളായിക്കൊള്ളട്ടെ, ഏത് ജോലി ചെയ്യുന്ന ആളാവട്ടെ, ഡോക്ടർ ആവട്ടെ, ടീച്ചർ ആകട്ടെ, വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാരാവട്ടെ, എല്ലാവരും ഒരുമിച്ച് വന്ന് പരസ്പരം സഹായിക്കാൻ എങ്ങനെ ഒരുമിച്ച് വന്നു എന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. And that is the spirit that has always made our nation great. ഈ ഒരു സ്പിരിറ്റ്, ഈ ഒരു ചിന്താഗതി, ഈ ഒരു ചൈതന്യമാണ് നമ്മുടെ ദേശത്തെ, എല്ലാവരും ഒരുമിച്ച് വരുന്ന ഈ ഒരു ചിന്താഗതിയാണ് നമ്മുടെ ദേശത്തെ എല്ലാ കാലവും മഹത്തരമാക്കി നിലനിർത്തിയിട്ടുള്ളത്. That is the spirit which is alive within you, each one of you. ആ ഒരു ചിന്തയാണ്, ആ ഒരു ആത്മവീര്യമാണ്, ആ ഒരു ചൈതന്യമാണ് നമ്മൾ ഓരോരുത്തരിലും ഉള്ളതും നിങ്ങൾ ഓരോരുത്തരിലും നിറഞ്ഞു നിൽക്കുന്നതും. And that is just the spirit that divisive politics wants to destroy. ഈ മനുഷ്യന്റെ ഉള്ളിലെ ഒരുമിച്ച് നിൽക്കുന്ന ഈ ചിന്താഗതിയാണ് വിഭജനത്തിന്റെ രാഷ്ട്രീയം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും നശിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതും. They want to spread fear, they want to spread anger, they want to spread hatred. അവർക്ക് വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിന് ജനങ്ങളുടെ ഇടയിൽ ഭയം, ദേഷ്യം, വിദ്വേഷം ഇതെല്ലാം പടർത്താനാണ് അത് ആഗ്രഹിക്കുന്നത്. So this is the time when all of you must think and look within you. ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കേണ്ട ഒരു സമയമാണ്. And you must decide which side you want to be on. നിങ്ങൾ തീരുമാനിക്കണം, ഉള്ളിലേക്ക് നോക്കി നിങ്ങൾ തീരുമാനിക്കണം ഏത് ഭാഗത്താണ് നിങ്ങൾ ഓരോരുത്തരും നിൽക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണം. Do you want to be on the side of democracy, on the side of the values on which your nation was built? നിങ്ങൾക്ക് ജനാധിപത്യത്തിന്റെ വശത്ത് നിൽക്കണോ, ജനാധിപത്യത്തിന്റെ ഭാഗത്ത് നിൽക്കണോ? ഈ ദേശത്തെ ഏതൊക്കെ മൂല്യങ്ങൾ കൊണ്ടാണോ നമ്മൾ പടുത്തുയർത്തിയത് ആ മൂല്യങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് നിൽക്കണോ? Or on the side of those who want to destroy everything that built your nation? അതോ നിങ്ങൾക്ക് നിൽക്കേണ്ടത് ഈ രാജ്യത്തിന്റെ എല്ലാറ്റിനെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഭാഗത്താണോ നിങ്ങൾ നിൽക്കേണ്ടത്? നിങ്ങൾ ആലോചിക്കുക. Look at the problems you are facing today. ഇന്ന് നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത് അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക. These are all problems that arise from the same root. ഈ പ്രശ്നങ്ങളെല്ലാം ഒരേ ഒരു ഭാഗത്ത് നിന്ന്, ഒരേ ഒരു വേരിൽ നിന്ന്, ഒരേ ഒരു ഘടകത്തിൽ നിന്നുണ്ടാവുന്നതാണ്. And that root is a politics that does not respect democracy and does not respect the people. അതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമാണ്. ജനങ്ങളെ ബഹുമാനിക്കാത്ത, ജനാധിപത്യത്തെ ബഹുമാനിക്കാത്ത ഒരു രാഷ്ട്രീയമാണ് നിങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. Nothing is done to help you strengthen the agricultural field. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. Those who are marginalized are becoming more marginalized. പ്രാന്തവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ അരികിലേക്ക് തള്ളപ്പെടുന്ന ആളുകളെ വീണ്ടും വീണ്ടും സമൂഹത്തിന്റെ അരികിലേക്ക് നമ്മൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. All these small businesses and shopkeepers that I can see over here, all these shops, these small businesses, they are being crippled day after day. You're being told to pay different GSTs for all sorts of different things. You're not able to earn even though you're doing an honest job of trying to build your business. ഇവിടെയുള്ള ധാരാളം ചെറുകിട കടകളുണ്ട്, കൊച്ചു കൊച്ചു കടകൾ ഇവിടെയുണ്ട്, ചെറുകിട കച്ചവടക്കാരുണ്ട്. നിങ്ങൾക്ക് പലതരത്തിലുള്ള GST, ചരക്ക് സേവന നികുതി ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള നികുതികൾ കൊടുക്കണം. നിങ്ങൾ സത്യസന്ധമായി വളരെയധികം കഷ്ടപ്പാട് ചെയ്യുന്നുണ്ടെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആവശ്യത്തിന് സമ്പാദിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. You work hard and you make an honest living and you work hard to educate your children, but there's no prospect of jobs in the future. നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുകയാണ്. നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. പക്ഷെ അവർക്ക് ജോലി കിട്ടി അവർക്ക് മനോഹരമായ ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. Young men, young women with BScs and BAs and MAs and MAds are fully educated but still looking for jobs after years of having been educated fully. ഇവിടെ ചെറുപ്പക്കാരായ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, BA പഠിച്ചവരാണ്, BSc പഠിച്ചവരാണ്, MEd പഠിച്ചവരാണ്, MA പഠിച്ചവരാണ്. ഇത്രയും കാലം പഠിച്ചിട്ടും അവർക്ക് ജോലി ലഭിക്കുന്നില്ല. Prices are so high, it's practically impossible to make a living. നമുക്ക് അത്രമാത്രം വിലക്കയറ്റമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അസാധ്യമായി മാറിയിരിക്കുകയാണ്. The government wakes up one morning, takes out a law. For example, you have here your ESA. Suddenly you find that your villages are included in it. There's no explanation, no rationale, no proper planning. ഇപ്പോൾ പെട്ടെന്ന് ഗവൺമെന്റ് ഒരു ദിവസം വന്ന് പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് എവിടെ അറിയാം ESA പരിസ്ഥിതി ലോല മേഖല? നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നു നിങ്ങളുടെ ഗ്രാമങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാനിംഗ് ഇല്ല, ഒരു ആസൂത്രണമില്ലാതെയൊക്കെയാണ് ഇതെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. Such a big disaster happens, you lose your livelihoods,
whole families get washed away. ഇവിടെ ഒരു ഇത്രയും വലിയ വ്യാപ്തിയുള്ള ഒരു ദുരന്തം നടന്നു. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടു. ഒരുപാട് ജീവിതങ്ങൾ ആ വെള്ളം എടുത്തുകൊണ്ട് ജീവിതങ്ങൾ ഒലിച്ചുപോയി, നഷ്ടമായി പോയി. And because of petty politics, the government doesn't send you funds to help you. അത് മാത്രമല്ല, വെറുതെ ലാഘവമുള്ള രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഈ അവസ്ഥയെ നേരിടാൻ ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ട ഫണ്ട്, സാമ്പത്തിക സഹായം നൽകുന്നില്ല. Funds which are your right. ഈ സാമ്പത്തിക സഹായം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടേണ്ട സഹായം എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശമാണ്. Compensation that truly belongs to you. ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. Similarly, you have been asking for years for a medical college. അത് മാത്രമല്ല, വർഷങ്ങളായി വയനാട്ടിൽ നിങ്ങൾ ഓരോരുത്തരും ഒരു മെഡിക്കൽ കോളേജ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. And because of petty politics, a board is put outside the college saying medical college, but no facilities are given. അത് മാത്രമല്ല, ഈ പറയുന്ന ഒരു വില കുറഞ്ഞ രാഷ്ട്രീയം കളിച്ച് ഒരു ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡ് ഉണ്ട്. പക്ഷെ മെഡിക്കൽ കോളേജിന്റെ ഒരു സൗകര്യവും ഇല്ല അവിടെ. You have such a massive issue of man-animal conflict. നിങ്ങൾക്ക് ഇവിടെ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം നിങ്ങൾ വയനാട്ടിൽ നേരിടുന്നുണ്ട്. Proper steps are not taken towards a resolution. അത് പരിഹരിക്കാൻ വേണ്ട കൃത്യമായ നടപടികൾ ഇതുവരെ എടുത്തിട്ടില്ല. This is what happens when you have a government that is only interested in remaining in power and has no respect for the public. ഇതാണ് സംഭവിക്കുന്നത്. അധികാരത്തിൽ ഇരിക്കാൻ മാത്രം താല്പര്യമുള്ള, ജനങ്ങളോട് ബഹുമാനം അല്പം പോലും ഇല്ലാത്ത ഒരു ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. So I am asking you to support me in this election so that I can raise your voice and pressurize the government to resolve your issues. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അതായത് അതിൻ്റെ ഫലമായിട്ട് ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്താവുന്നവരുയർത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഗവൺമെന്റിലെ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് വോട്ട് ആവശ്യപ്പെടുന്നത്. So that I can fight your fight for you. അതായത് എനിക്ക് നിങ്ങളുടെ പോരാട്ടം, നിങ്ങൾക്ക് വേണ്ടി ആ പോരാട്ടം നടത്താൻ എനിക്ക് സാധിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് വോട്ട് ആവശ്യപ്പെടുന്നത്. Your fight to resolve the issues that plague your daily life and your fight for a democratic country that gives you the rights that are rightfully yours. നിങ്ങളുടെ പോരാട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു പോരാട്ടം. അതുമാത്രമല്ല, ഒരു ജനാധിപത്യ രാജ്യത്തിന് വേണ്ടി, നിങ്ങൾക്ക് അവകാശങ്ങൾ നൽകുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിന് വേണ്ടി പോരാട്ടാനുള്ള നിങ്ങളുടെ പോരാട്ടം നടത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. The relationship between you and the people that represent you in parliament, in the assemblies, in politics should be one of service. We are all here to serve you. നിങ്ങൾ പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും ഒക്കെ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ ജനപ്രതിനിധികളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സേവനത്തിൻ്റെ ഒരു ബന്ധമായിരിക്കണം. ഞങ്ങളിവിടെ നിൽക്കുന്നത് നിങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ്. If it was not for you, for your support, none of us would be able to stand on this stage and give you speeches. നിങ്ങളില്ലെങ്കിൽ, നിങ്ങളുടെ പിന്തുണയില്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഒരാൾക്കും ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് നിങ്ങളോട് പ്രസംഗിക്കാൻ, ഇങ്ങനെ പ്രസംഗങ്ങൾ നടത്താൻ സാധിക്കില്ല. And there is nothing more important for a person who serves you than that they should understand this simple fact. നിങ്ങളെ സേവിക്കുന്ന ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ട അടിസ്ഥാന കാര്യമെന്ന് പറയുന്നത് ഇതാണ്: നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല എന്ന ലളിതമായ യാഥാർത്ഥ്യമാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. So many of my journalist friends keep asking me, what are you expecting? How many votes are you expecting? Are you going to win? What is going to be your margin? And I'm not interested in those questions. എൻ്റെ പല പത്രക്കാരായ സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുന്നു, നിങ്ങൾ എത്ര വോട്ടുകളാണ് പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ എത്ര ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്, എങ്ങനത്തെ വിജയമാണ് പ്രതീക്ഷിക്കുന്നത്? അവരോടൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അതിലൊന്നുമല്ല എൻ്റെ താല്പര്യം എന്ന് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. Because for me, each and every vote is a symbol of my responsibility towards you. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നൽകുന്ന ഓരോ വോട്ടും എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിന്റെ പ്രതീകമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. It's a symbol of your trust in me and my duty towards you. നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസത്തിന്റെ, എനിക്ക് നിങ്ങളോടുള്ള കടമയുടെ, ഉത്തരവാദിത്വത്തിന്റെ പ്രതീകമാണ് നിങ്ങൾ എനിക്ക് നൽകുന്ന ഓരോ വോട്ടും. It's a symbol of the fact that from the day you cast that vote, nothing should be more important to me than what matters to you. അത്
ഇതിൻ്റെ പ്രതീകമാണ്. നിങ്ങൾ എന്ന് വോട്ട് ചെയ്യുന്നോ അന്നത്തെ ദിവസം മുതൽ എനിക്ക് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യമായിരിക്കണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നതിൻ്റെ പ്രതീകമാണ് നിങ്ങൾ എനിക്ക് നൽകുന്ന ഓരോ വോട്ടും. And if I ever go wrong, it will become a symbol for you to teach me that I am going wrong. എവിടെയെങ്കിലും എനിക്ക് തെറ്റുപറ്റിയാൽ നിങ്ങൾ എനിക്ക് നൽകുന്ന വോട്ട് എനിക്ക് തെറ്റുപറ്റുന്നു എന്ന് എന്നെ പഠിപ്പിക്കാൻ നിങ്ങൾക്കുള്ള ഒരു പ്രതീകമായിരിക്കണം നിങ്ങൾ നൽകുന്ന ഓരോ വോട്ടും. This is a new journey for me and you will be my guides and my teachers on this journey. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ യാത്രയാണ്. ഈ പുതിയ യാത്രയിൽ എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ മാർഗദർശികൾ, എൻ്റെ അധ്യാപകർ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. You are going to place your trust in me and I want to tell you that I am not going to let you down. നിങ്ങളുടെ വിശ്വാസം, വയനാട്ടുകാർ നിങ്ങളുടെ വിശ്വാസം എന്നിൽ അർപ്പിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. This love that you are giving me is sacred to me. നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് പാവനമാണ്. And I will always carry it in my heart. അത് വയനാട്ടുകാരായ നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കും. And I want to tell you what I said in my meeting before this also, that when my son was 13 years old, I went to leave him in a boarding school. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മുമ്പത്തെ യോഗത്തിലും പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ മകന് 13 വയസ്സുണ്ടായിരുന്നപ്പോൾ മകനെ ഞാനൊരു ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുവിട്ടു. I am a mother like you, so I cried a lot. 4-5 days I cried. ഞാൻ നിങ്ങളെപ്പോലെ ഒരു അമ്മയാണ്. അതുകൊണ്ട് മോനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് 4-5 ദിവസം ഞാൻ കരയായിരുന്നു, ഭയങ്കരമായിട്ട് കരഞ്ഞു. I thought someone has taken my heart away from me. അതിൻ്റെ മോനെ സ്കൂളിൽ കൊണ്ടുവിട്ടപ്പോൾ എൻ്റെ ഹൃദയം ആരാണ്ട് എടുത്തുകൊണ്ട് പോയ പോലെ എനിക്ക് തോന്നിയത്. But I left him because it was good for him to learn, to grow. എൻ്റെ മോന് വളരാനും കാര്യങ്ങൾ പഠിക്കാനൊക്കെ അത് വളരെയധികം നല്ലതായിരുന്നത് കൊണ്ടാണ് മകനെ ഞാൻ ആ സ്കൂളിൽ കൊണ്ടുവിട്ടത്. And when I was leaving him, the principal and his wife called me and they said, you know, there are a lot of people from these fancy families who leave their children here. And we just want to tell you that many of them don't come to see their children. So now this is a period of 4 months. You please come at least once. മോനെ കൊണ്ടുവിട്ടിട്ട് വരാൻ നേരത്ത് പ്രിൻസിപ്പൽ എന്താ പറഞ്ഞതെന്നറിയോ? ഇങ്ങനെ നിങ്ങളെപ്പോലെ കുറേ വലിയ കുടുംബങ്ങളിലെ ആളുകളൊക്കെ മക്കളെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് പോകും, പിന്നെ അവരെ കാണാൻ വരാറേ ഇല്ല. ഇത് 4 മാസത്തെ കാര്യമാണ്. നിങ്ങൾ ഈ 4 മാസത്തിനിടയിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് മോനെ കാണണമെന്ന് പ്രിൻസിപ്പലും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു. Then after 4 months when I went to pick up my son, the principal and the wife were there. 4 മാസം കഴിഞ്ഞ് ഞാൻ എൻ്റെ മോനെ വീണ്ടും വിളിക്കാൻ ചെന്നപ്പോൾ അവിടെ പ്രിൻസിപ്പലും പ്രിൻസിപ്പലിൻ്റെ വൈഫും അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. And again they said, Priyanka, we want to talk to you. എന്നിട്ട് അവർ പറഞ്ഞു, പ്രിയങ്ക, ഞങ്ങൾക്ക് ഇനിയും നിങ്ങളോട് സംസാരിക്കാനുണ്ട്. So I went to talk to them on the side and they said, can you please stop coming so much? ഈ പ്രാവശ്യം എന്നെ അടുത്ത് വിളിച്ചിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് മാറി നിന്ന് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താണെന്നറിയോ? ദയവേത് നിങ്ങൾ ഇത്രയും പ്രാവശ്യം ഇനി സ്കൂളിൽ വരരുതെന്നാണ് അവരെന്നോട് പറഞ്ഞത്. So you're going to be in the same position. നിങ്ങൾ ആ പ്രിൻസിപ്പലിന്റെ വൈഫിന്റെ അതേ ഭാര്യയുടെ അതേ സ്ഥാനത്ത് നിങ്ങളാവാൻ പോവുകയാണ്. All these people who are telling you, she will not come, she will not come, you will be telling me, please don't come. You're coming too much. ഇവിടെയുള്ള ആളുകളെല്ലാം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇല്ല പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ട് വരില്ല എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ പറയാൻ പോകും, നിങ്ങൾ എന്നോട് പറയാൻ പോവുമായിരിക്കും, ദയവേത് ഇങ്ങോട്ട് ഇത്രയും പ്രാവശ്യം വരല്ലേ എന്നായിരിക്കും നിങ്ങൾ എന്നോട് ഇനി പറയാൻ പോവുക. So I just want to say that I am here. I know Rahul has gone, but in spirit he stays here with you. And our bond will always become only stronger and stronger. And I am here to listen to you, to understand your problems, to fight for you, and to be here by your side. എനിക്കറിയാം ഇന്ന് ഞാൻ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് വയനാട്ടിലെ MP ആയിട്ട് രാഹുൽ ഇവിടെ ഇല്ല, പക്ഷേ മനസ്സുകൊണ്ട് അദ്ദേഹം നിങ്ങളോടൊപ്പം ഉണ്ട്. അദ്ദേഹവും നമ്മളെല്ലാവരും തമ്മിലുള്ള ബന്ധം ഓരോ ദിവസവും കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കും. ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാടുവാനും വേണ്ടിയാണ്, നിങ്ങളുടെ ശബ്ദമാകാനും വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ ഉള്ളത്. Thank you very much for being here today, and I would also like to thank Venugopal ji, Chennitala ji, Tharoor ji for coming and attending this meeting, and for all the leaders who are on stage here.
with me today. Thank you. നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിന് വളരെയധികം സന്തോഷം. വേദിയിലുള്ള ചെന്നിത്തലജിയും വേണുഗോപാൽജിയും തരൂർജിയും ഒക്കെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തതിന് ഞാൻ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ